നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ഇന്ന് ആതിഥേയരായിട്ടുള്ള എന്ന് പറഞ്ഞാൽ മറ്റൊരു ആതിഥേയരായിട്ടുള്ള USA കളിക്കാനിറങ്ങുന്നുണ്ട്. എതിരാളികൾ പരാഗ്വയാണ്. ഇന്ന് രണ്ട് ഉദ്ഘാടനമാണ്. ഇന്നലെ ഒരു ഉദ്ഘാടനം കഴിഞ്ഞു. ഇന്ന് രണ്ട് ഉദ്ഘാടനമുണ്ട്. ഒന്ന് കാനഡയിൽ ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ്. മറ്റൊന്ന് നാളെ പുലർച്ചെ 5 മണിക്ക് ലോസ് ഏഞ്ചലസിലാണ്. അപ്പോൾ ഉദ്ഘാടനം. അപ്പോൾ ഇന്ന് ഇന്നലത്തെ ഒരു ഉദ്ഘാടനം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഉദ്ഘാടനത്തിന് ശേഷം USA കളിക്കാനിറങ്ങും. അവരുടെ എതിരാളികൾ പരാഗ്വയാണ്. രാവിലെ ഇന്ത്യൻ സമയം 6:30 ആ മത്സരം നടക്കുക. അപ്പോൾ ഈ മത്സരത്തിൽ ഒരു മികച്ച പോരാട്ടം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. ഇപ്പോൾ ഈ രണ്ട് ടീമുകളുടെ കാര്യം പറയുകയാണെങ്കിൽ USA നിലവിലെ ചാമ്പ്യന്മാർ എന്ന രൂപത്തിൽ ഈ വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയതാണ്. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം കോച്ച് മൗറിസിയോ പൊച്ചറ്റിനോയുടെ തന്ത്രങ്ങളിലാണ് അവർ പ്രതീക്ഷ വെക്കുന്നത്. ഏത് തരത്തിലുള്ള പെർഫോമൻസ് ടീം നടത്തുന്നുള്ളത് കണ്ടറിയണം. ഇപ്പോൾ ഫ്രണ്ട്ലി മത്സരങ്ങളിൽ ബെൽജിയത്തിൻ്റെ കയ്യിൽ നിന്ന് 5 ഗോൾ വാങ്ങി, പോർച്ചുഗലിൻ്റെ കയ്യിൽ നിന്ന് 2 ഗോൾ വാങ്ങി, അങ്ങനെ മൊത്തത്തിൽ 7-2 എന്ന രൂപത്തിൽ കഴിഞ്ഞ മാർച്ചിൽ ആകെ പൊട്ടി തകർന്ന ടീമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അതിനുശേഷം പിന്നെ സന്നാഹ മത്സരങ്ങൾ ഒരു തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട്. 3-2 സെനഗലിനെ തോൽപ്പിച്ചു. അതുപോലെ 2-1 ജർമ്മനിക്കെതിരെ തോറ്റു. എന്നാലും ജർമ്മനിയോട് മുട്ടി നിന്നു എന്നുള്ളൊരു ആശ്വാസം. ഇതൊക്കെയാണ് അവർക്കുള്ളൊരു ആശ്വാസം. അതേസമയം പരാഗ്വേ ആവട്ടെ 2010 ശേഷമാണ് ആദ്യമായിട്ടാണ് അവർ വേൾഡ് കപ്പിൽ എത്തുന്നത്. കോൺമബോളിൽ നിന്ന് അവർ 6ാം സ്ഥാനവും കൊണ്ടിട്ടാണ് വേൾഡ് കപ്പിലേക്ക് എത്തുന്നത്. മികച്ചൊരു പ്രകടനം അവരുടെ ഭാഗത്ത് നിന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു. പക്ഷേ കഴിഞ്ഞ നവംബറിൽ ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഫ്രണ്ട്ലിയിൽ ഏറ്റുമുട്ടിയിരുന്നു. അന്ന് വിജയിച്ചത് USA ആണ്. 2-1 USA വിജയിച്ചത്. ഏതായാലും ഇന്ന് നല്ലൊരു പോരാട്ടം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെ നമുക്ക് ഫുട്ബോൾ പ്രേമികൾക്കിരിക്കാം. രണ്ട് ടീമിലും മികച്ച താരങ്ങളുണ്ട്. ഇപ്പോൾ USAയുടെ ഭാഗത്താണെങ്കിൽ സൂപ്പർ താരങ്ങളുണ്ട്. പുലിസിച്ചും ബലോഗനും ഡെസ്റ്റും മെക്കന്നയും ഒക്കെ ചേർന്നുകൊണ്ടായിരിക്കും അവരുടെ മുന്നേറ്റങ്ങൾ നയിക്കുക. മറുഭാഗത്താവട്ടെ മുന്നേറ്റങ്ങൾ നയിക്കാൻ വേണ്ടി സെനാബ്രിയുണ്ട്. പിന്നെ ആൽമിറോൺ, എൻസിസോ തുടങ്ങിയവർ പരാഗ്വയുടെ മുന്നേറ്റങ്ങൾ നയിക്കും. ഏതായാലും അർജന്റീൻ പരിശീലകൻ മൗറിസിയോ പൊച്ചറ്റിനോ, അദ്ദേഹത്തെ അറിയാത്ത അധികം പേര് ഫുട്ബോൾ ലോകത്ത് ഉണ്ടാവില്ല. ടോട്ടൻഹാം ഹോട്ട്സ്പറിൽ മികച്ച പ്രകടനം നടത്തിയ കോച്ച്, പിന്നെ PSG കോച്ചായിരുന്നു. അതിനുശേഷം ഇപ്പോൾ USAയിൽ കോച്ചാണ്. ഇനി ഈ വേൾഡ് കപ്പ് കഴിഞ്ഞാൽ ഒരു പക്ഷേ യൂറോപ്യൻ ഫുട്ബോളിലേക്ക് അദ്ദേഹം മടങ്ങിയേക്കുമെന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള പ്രഗത്ഭനായ പ്രശസ്തനായ കോച്ചാണ് മൗറിസിയോ പൊച്ചറ്റിനോ. അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ കൊപ്പിച്ച് പന്ത് തട്ടി USA മുന്നോട്ട് പോകുമോ? ഇന്നത്തെ കളി ജയിക്കുമോ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോസ് എനിക്കത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.